SSLC first chapter one of the most important topic ആണ് algebraic form അല്ലെങ്കിൽ ബീജഗണിതം. എന്നാൽ ഈ വർഷം നിങ്ങളുടെ എക്സാമിന് ഫൈനൽ എക്സാമിന് ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആകെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫോർമുലയാണ് മക്കളെ. ഇതാണ് ആ ഫോർമുല an = a + n - 1 × d. നിങ്ങൾ ഇത് പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് പഠിക്കാം. അല്ലെങ്കിൽ ഇതാ ഈ കളറിൽ നോക്കി xn = dn + f - d. ഇതിൽ ഏതെങ്കിലും ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു 5 മാർക്ക് ഫ്രീ ആയിട്ട് തരാണ്. മറക്കരുത്. ഇനി ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചാൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ബീജഗണിതം അല്ല ആൽജിബ്രൈക് ഫോം? ഇത് കണ്ടോ, 3n + 2 ഒരു സമാന്തര ശ്രേണി, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് 1 2 3 4 5 എന്ന് പറയുന്ന നമ്പറുകൾ ഒരു ഫോർമുല വെച്ചിട്ട് കാണിച്ചു തരും. എന്ന് വെച്ചിട്ട് ഓക്കെ, 3n + 2 എന്ന് പറഞ്ഞാൽ ഒരു ആൽജിബ്രൈക് ഫോം അല്ലേ, ബീജഗണിതമാണ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. നമുക്ക് ആദ്യം ഈ 3n + 2 നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, xn = 3n + 2 ഇതാണ് നമ്മുടെ ബീജഗണിത രൂപം. ദിസ് ഈസ് വെരി മാജിക്കൽ. ഓക്കെ, കാണിച്ചു തരാം. ഞാനിവിടെ ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കാം? ഞാനിവിടെ എന്നിന് വരെ 1 കൊടുക്കുന്നു. അപ്പോൾ 3 × 1 + 2, അപ്പോൾ 3 + 2 5 കിട്ടി ആദ്യത്തെ ടേം. സെക്കൻഡ് ടേം നോക്കി x2 എങ്ങനെ കിട്ടുക? സെക്കൻഡ് ടേം കിട്ടി 3 × 2 എന്ന് പറയുമ്പോൾ +2, അപ്പോൾ എന്നിന് വരെ 2 കൊടുത്തു. അപ്പോൾ എത്രയാ? 6 + 2 8. അപ്പോൾ രണ്ടാമത്തെ ടേം 8 കിട്ടി. വാവ്, ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം കിട്ടി. ബാക്കി നമുക്ക് ഗസ് ചെയ്യാം. 5 ആണ് ആദ്യത്തെ ടേം, രണ്ടാമത്തെ ടേം എന്താണ്? 8 ആണ്. അപ്പോൾ എത്രയാണ് മക്കളെ കോമൺ ഡിഫറൻസ്? 8 - 5 3. അപ്പോൾ 3 കൂട്ടിയാൽ മതി. 11 14 കഴിഞ്ഞു. എല്ലാം കിട്ടി ഈ ഒരു സിമ്പിൾ ഫോർമുലയിൽ നിന്ന്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ട്രിക്കും കൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ എന്നിന് 1 ഇട്ടാൽ മതി. അപ്പോൾ ഫസ്റ്റ് ആൻസർ എന്താ? ഫസ്റ്റ് ടേം എന്താണ് മക്കളെ? ആദ്യ പദം 5 ആണ്. ഓക്കെ, x1 അല്ലെങ്കിൽ ഫസ്റ്റ് ടേം. ഇനി നിങ്ങളോട് ചോദിച്ചു പൊതുവ്യത്യാസം. കഷ്ടപ്പെട്ട് ഇങ്ങനെ എഴുതണോ? വേണ്ട. ആൻസറിന് മക്കൾ എല്ലാവരും ശ്രദ്ധിക്കുക. എന്നിന്റെ കൂടെയുള്ള നമ്പറാണ് കോമൺ ഡിഫറൻസ്. എന്നിന്റെ കൂടെ ആരാണ്? 3n ആവുമ്പോൾ ഇവിടെ എന്താണ് പൊതുവ്യത്യാസം? നോക്കി, 3 അല്ലേ? ആൻസർ കിട്ടി. ഇതുമാണ് ആൻസർ. 5 ആണ് ആദ്യത്തെ ടേം, പൊതുവ്യത്യാസം 3 ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. മക്കളെ ഇതേപോലെ നിങ്ങൾക്ക് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. ഫുൾ ചാപ്റ്റർ റിവിഷൻ ക്ലാസ് ഉണ്ട് ആൻഡ് ഫുൾ അടിപൊളി ക്ലാസ് ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരും. ഓക്കെ, റെഡി? അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിക്കേ. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്? 5n + 4. 5n, എന്നിന്റെ കൂടെ ആരാണ്? 5. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് ഞാൻ കാണിച്ചു തരാം. 5n + 4. അലൻ സാറിൻ്റെ ആൻസർ 5 ആണ്. നിങ്ങൾ നോക്കിക്കേ, ഇതാണ് നിങ്ങളുടെ ആൽജിബ്രൈക് ഫോം. ഓക്കെ, x1 എടുത്താൽ 5 × 1 + 4 9. x2 എടുത്താൽ 5 × 2 10. 5 × 2 + 4 14. ഇവിടെ പൊതുവ്യത്യാസം എന്താ? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഫസ്റ്റ് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 14 - 9 എത്ര കിട്ടുക? നമുക്ക് 5 കിട്ടും. കഴിഞ്ഞു ആൻസർ. സെക്കൻഡുകൾ നമ്മൾ ആൻസർ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൽജിബ്രൈക് ഫോം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് 3n + 2. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ചോദിച്ചു. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേം എങ്ങനെ കിട്ടുക? എന്നിന് 1 കൊടുക്കുക. 3 × 1 + 2 എത്രയാ? 5. ഇവിടെ എന്താ? 5ന്റെ 10ാമത്തെ ടേം. 10ാമത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കും? എന്നിന് നമുക്ക് ആവശ്യമുള്ള നമ്പർ ഇടുക. എന്നിന് 10 കൊടുത്താൽ 3 × 10 + 2 30 + 2 നമുക്ക് 32 കിട്ടും. അതാണ് ആൽജിബ്രൈക് ഫോമിന്റെ രസം. ആൽജിബ്രൈക് ഫോം നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാണ് ബീജഗണിതം ഉണ്ടാക്കാമെന്ന്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സെക്കൻഡ് ടേം, രണ്ടാമത്തെ പദം. രണ്ടാം പദം എന്താണ്? 8 ആണ്. ഓക്കെ, ആൻഡ് പൊതുവ്യത്യാസം 3 ആണ്. ഓക്കെ, അപ്പോൾ x2. ഓക്കെ, x2 = 8. കോമൺ ഡിഫറൻസ് 3. ഫസ്റ്റ് ടേം അല്ലാതെ നമുക്ക് ബീജഗണിതം കണ്ടുപിടിക്കണം. മക്കളെ വളരെ വളരെ സിമ്പിൾ. ഇത് നിങ്ങൾ ആലോചിക്കുക. ഫസ്റ്റ് ടേം നമ്മൾ എന്താണ്? f എന്ന് വിളിക്കും. സെക്കൻഡ് ടേം എന്താണ്? f + d എന്ന് പറയും അല്ലേ? ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. അപ്പോൾ എന്താണ് ഇവിടെ? 8. മൂന്നാമത്തെ ടേം എന്ന് പറയുമ്പോൾ f + 2d അല്ലേ? a + 2d എന്നൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ഏതോ ഒരു ടേമിന്റെ കൂടെ d എന്താണ് കോമൺ ഡിഫറൻസ്? 3 കൂട്ടി. 3 കൂട്ടിയപ്പോഴാണ് 8 കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ ടേം എന്താണ്? 8ൽ നിന്ന് 3 കുറച്ചാൽ മതി. 5. ഫസ്റ്റ് ടേം 5. പിന്നെന്താണ്? വീണ്ടും പൊതുവ്യത്യാസം 3 ആകുമ്പോൾ നമുക്ക് കിട്ടും 11. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? 5 8 11 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി നമ്മളോട് ചോദിച്ച കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ബീജഗണിതമൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്നു. ഓക്കെ, ആൽജിബ്രൈക് ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞു. വാട്ട് ഈസ് ദ ആൽജിബ്രൈക് ഫോം? ഏത് ഫോർമുല ഞാൻ പഠിപ്പിച്ചത്? xn = dn + f - d ഉപയോഗിക്കാം. അല്ലെങ്കിൽ an = a + n - 1d ഉപയോഗിക്കാം. nth ടേമിന്റെ സെയിം ഫോർമുല ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. അപ്പം ഞാൻ ഈ ഫോർമുല വെച്ച് കാണിച്ചു തരാം. d നമുക്കറിയാം, f നമുക്കറിയാം,
n അവിടെ വെച്ചാൽ മതി. അപ്പോൾ xn is equal to d എന്താണ് മക്കളെ 3n പ്ലസ് f എന്താണ് 5 ആണ്, f മൈനസ് d വീണ്ടും 3. ഓക്കെ, അപ്പോൾ 3n പ്ലസ് 5 മൈനസ് 3 എത്രയാണ് മക്കളെ 2. അപ്പോൾ ആൻസർ എന്താണ് 3n പ്ലസ് 2. ഇയാളുടെ ബീജഗണിതം 3n പ്ലസ് 2 ആണ്. നിങ്ങൾ ഈ ഫോർമുല ഉപയോഗിച്ചാൽ അത് കിട്ടിക്കോളൂ, ഞാൻ ഗ്യാരണ്ടീഡ്. അപ്പം ക്വസ്റ്റ്യനിൽ ഫോർമുല എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പഠിച്ചു, നമ്മൾ ബീജഗണിതം കണ്ടുപിടിക്കാൻ ആൽജിബ്രൈക് ഫോം കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി വാട്ട് ഈസ് ദ 12th ടേം, 12ാമത്തെ പദം എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ നോക്കിക്കേ, n-ന് 12 ഇട്ടാൽ മതി. xn is equal to 3 into n-ന് പകരം 3 into 12 പ്ലസ് 2. അപ്പോൾ എത്രയാ 36 പ്ലസ് 2 38. മക്കളെ നിങ്ങൾ സാമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടു, ഫുൾ സെറ്റ് ആയിരിക്കുന്നു. മക്കളെ ഇങ്ങനെ അടിപൊളിയായിട്ട് പഠിച്ച എല്ലാ റിവിഷൻ ക്വസ്റ്റ്യൻസ്, എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻസ് ആർ ഓൾറെഡി ഓപ്പൺ. അപ്പോൾ ഫുൾ സെറ്റായിട്ട് പഠിച്ച് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിനും എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള സിമ്പിളായിട്ട് ഫുൾ മാർക്ക് മേടിക്കുക. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എക്സാമിനർ ലക്ഷ്യ ബാച്ചിൽ. അപ്പോൾ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി, ഈ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് ഏത് വേണം വാട്സാപ്പ് ചെയ്യാൻ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേഗം തന്നെ. ആൻഡ് നിങ്ങൾക്ക് ഇതാ ക്വസ്റ്റ്യൻ തരുന്നു, നിങ്ങൾ എല്ലാവരും ചാറ്റിൽ ആൻസർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ നോക്കാം, എന്താ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നു, മോഡൽ 2019 ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും കമൻറ്റിൽ ആൻസർ ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് ബൾബ് കത്തി വീഡിയോ.